സഹിക്കുന്ന സ്നേഹമാണ് വിശ്വാസം അല്ലെങ്കിൽ ക്ഷമ. അതും ശരിക്കും പറഞ്ഞാൽ വിശ്വാസം തന്നെയാണ്. ഇപ്പം എന്താ ഒരു കുഴപ്പം വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിശ്വാസം എന്നുള്ളത് ആശയപരമായ എന്തോ വിഷയമായിട്ടാണ് പലരുടെയും തിരക്കേറിയിരിക്കുന്നത്. എന്നല്ല, ഇത് യേശുക്രിസ്തു എന്ന് പറഞ്ഞൊരു റിഡംറ്റീവ് പ്രോജക്റ്റിൻ്റെ ആ ഒരു പേഴ്സണിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസ പ്രക്രിയ അല്ലെങ്കിൽ മുന്നേറ്റങ്ങളിൽ വരുന്നതാണ് എന്താണ്? ഒന്ന്, സ്നേഹം, അതും വിശ്വാസം തന്നെ. രണ്ട്, ക്ഷമ നമ്മൾ കണ്ടു. ഇപ്പം എന്താ പറയണത്? വിശ്വാസത്തെ സുഹൃതം കൊണ്ടും. സുഹൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൽപ്രവൃത്തികൾ അല്ലെങ്കിൽ കൃപാവര പ്രവൃത്തികൾ. പിന്നെന്താ? വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും. ഇപ്പം സുഹൃതം ഇങ്ങനെ കൂട്ടി വരുമ്പോൾ എന്തുമാത്രം സുഹൃതങ്ങളാണ് ആൾക്കാർ ചെയ്ത് കൊടുക്കുക. ഇപ്പം പണ്ട് നന്മ മലകൾ എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം മരങ്ങളിവിടെ വാടിക്കൊഴിഞ്ഞ് വീണ മണ്ണാണിത്. ഇപ്പം നന്മ മരങ്ങളൊന്നും കുറിച്ച് കേൾക്കണില്ലല്ലോ. ആ സുഹൃതങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുഹൃതത്തെ എന്താണ്? ജ്ഞാനം കൊണ്ട്. അല്ല, കേവലം ഒരു മനുഷ്യന് ഒരു സുഹൃതം ചെയ്യുന്നതിന് അടിസ്ഥാനങ്ങളുണ്ടാകണം. സുവിശേഷ സുഹൃതത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ക്രിസ്തുവാണ്. അപ്പം ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങളാണ് ജ്ഞാനത്തിൽ വരുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് അനുഭവം, അറിവും ആ എന്തിനു വേണ്ടിയാണ് ഇപ്പം സുഹൃതം ചെയ്യുന്നത്, സുഹൃതം ഒരാൾ ചെയ്യണത് എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ. അതാണ് എൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ. അല്ലെങ്കിൽ ഇപ്പം ചില ആൾക്കാരെ വോട്ട് ചെയ്യാൻ വേണ്ടി കാറ് പിടിച്ചാൽ കൊണ്ടുപോകത്തില്ലേ? വോട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ കാറും ഉണ്ടാകത്തില്ല, സൈക്കിളും ഉണ്ടാകത്തില്ല. അങ്ങനെ സുഹൃത്തം ചെയ്യുന്ന ആൾക്കാരില്ലേ നാട്ടിൽ? അതുപോലെ ജ്ഞാനമില്ല അതിനകത്ത്. നമുക്ക് സുഹൃത്തം ചെയ്യുമ്പോൾ ഒരു ജ്ഞാനമുണ്ട്. എന്താണ്? ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയും ദൈവവചനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത ദിവസം പറയാം. ഇത് ഓരോ ദിവസം കേട്ടാൽ മതി. ഇപ്പം നിങ്ങൾ അതായത് ആദ്യം നമ്മൾ വിശ്വാസം സ്നേഹമാണെന്ന് കണ്ടു, വിശ്വാസം ക്ഷമയാണെന്ന് കണ്ടു, ഇപ്പോൾ വിശ്വാസം സുഹൃതമാണെന്ന് കണ്ടു, വിശ്വാസം ജ്ഞാനമാണെന്ന് കണ്ടു. അപ്പം നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടെങ്കിൽ, സുഹൃതം ഉണ്ടെങ്കിൽ, ക്ഷമയുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വിശ്വാസിയാണെന്ന് അർത്ഥം.